കാസർഗോഡ് ജില്ലയിൽ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ എന്നിവർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്ന പ്രത്യേക പദ്ധതിയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി. ഇതിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനം കാസർഗോഡ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കിലയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമനും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സർക്കാർ വിവിധ തലങ്ങളിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരും വിദഗ്ധരും പരിപാടിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. എങ്ങനെ കോർഡിനേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ അവരോടൊപ്പം നമ്മൾ ഫീൽഡിൽ ഉണ്ടാവണം. അവർ നാളെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ രണ്ട് വീട്ടിലേക്ക് കയറണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണം നിങ്ങൾ അവിടെ പോയിക്കോ, അടുത്ത ടീം അവിടെ ഉണ്ട്, അവിടെ പോയി കണ്ടിട്ട് അവർ എന്ത് സംഭവിക്കണം നോക്കിയിട്ട് വരാം എന്ന് പറയണം. അതേപോലെ അങ്ങനെ ഒരു കോർഡിനേഷൻ നിങ്ങൾ ചെയ്താൽ അപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സപ്പോസ് അവിടെ ഒരു പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉണ്ടാവും, നിങ്ങൾക്ക് അറിഞ്ഞാളുണ്ടാവും, അവരുടെ വീട്ടിലുള്ള ഒരു ഭക്ഷണം, ഒരു ചെറിയ കാഫി, ടീ, സിമ്പിൾ, അങ്ങനെ ചെയ്യണം. സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കാസർഗോഡ് ജില്ലയിൽ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമും വളരെ മികച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും കളക്ടർ പ്രത്യാശ പ്രകടിപ്പിച്ചു. മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നും സംശയ നിവാരണത്തിന് സപ്പോർട്ട് ടീം സജ്ജമാണെന്നും ഡോക്ടർ ജോയ് ഇളമനും വ്യക്തമാക്കി. പരിപാടിയുടെ തുടക്കം മുതൽക്ക് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കാസർഗോഡ് ജില്ല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്ദേഹങ്ങളും ആശങ്കകളും പ്രയാസങ്ങളും കൂടുതലായിട്ട് ഉയർന്നു വരേണ്ടതുമാണ്. കാരണം കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം മുതലേ തന്നെ ചിട്ടയായ രീതിയിലാണ് കാസർഗോഡ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. യോഗത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ആമുഖ ഭാഷണം നടത്തി. ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ, അജയൻ പരിയാൽ, രതീഷ് പിലിക്കോട്, കെ അനിൽകുമാർ, നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർമാരായ കെ നാഗേഷ്, എ രവീന്ദ്ര, കെ വി മനോജ് കുമാർ, കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ അസംബ്ലി തലങ്ങളിലുള്ള നിർവഹണ സമിതി അംഗങ്ങൾ, അസംബ്ലി പഞ്ചായത്ത് തല ചാർജ് ഓഫീസർമാർ, പരിശീലകർ, വിദഗ്ധർ, തീമാറ്റിക് എക്സ്പെർട്ടുമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.